സാധനം ഉണ്ടാക്കിയാലോ? ലോഡഡ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയാലോ? വാ. നമ്മളിപ്പോൾ ഇവിടെ ചിക്കൻ ബ്രസ്റ്റ് കുഞ്ഞി പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പീസ് വേണമെന്ന് വെച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇതിലേക്ക് മസാല വെച്ചിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാവേ. അപ്പം ഞാൻ ഇതിലേക്ക് ആദ്യം തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ ഇതിലേക്ക് കുറച്ച് ഒറിഗാനോയുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ ഞാൻ വെറുതെ ചെറുതായിട്ടൊരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി നമുക്കിത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാവേ. നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാവേ. ഞാനപ്പോൾ ഇത്രയും ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പുണ്ടോ നോക്കിയിട്ട് ഇല്ലെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കണേ. ഇതിപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇത് ഇങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ. അപ്പം നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജ് വെക്കാവേ. അതാകുമ്പോൾ നല്ല രീതിയിൽ മാരിനേറ്റ് ആവും കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഞങ്ങൾ വാങ്ങിച്ച ഫ്രഞ്ച് ഫ്രൈസാണ്. നമുക്ക് ചിക്കൻ മാരിനേറ്റ് ആവുന്ന സമയം കൊണ്ട് ഈ ഫ്രഞ്ച് ഫ്രൈസ് വറുത്തെടുക്കാവേ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യാവേ. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല രീതിയിൽ മസാലയൊക്കെ പിടിച്ച് നല്ല തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവേ. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് ലെയർ ചെയ്യാവേ. ലെയർ ചെയ്യാൻ ഞാൻ ഈ പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് ലെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ടിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ടിട്ടുണ്ട്. ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇങ്ങനെ ഇത് ഹോം മെയ്ഡ് ഗാർലിക് പേസ്റ്റാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതിലേക്ക് കെച്ചപ്പും മയോണൈസും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇനി അടുത്ത ലെയർ ഇടാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചിക്കനോട് ഇട്ട് കൊടുക്കാവേ. നമ്മൾ ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും നേരത്തെ ചെയ്ത പോലെ കെച്ചപ്പും ഗാർലിക് പേസ്റ്റും മയോണൈസൂടെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി മൊസറല്ല ചീസ് കൂടി ഇട്ട് കൊടുത്തേക്കാവേ.
നല്ല രീതിയിൽ മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനി കുറച്ച് ഹീറ്റ് ചെയ്ത് കൊടുക്കാവേ. അതാകുമ്പോൾ ഈ മൊസറല്ല ചീസ് മെൽറ്റാവും. ഓവനിൽ ഹീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഗ്യാസ് സ്റ്റൗവിൽ പാത്രം വെച്ചിട്ട് തട്ട് വെച്ചിട്ട് ഇത് ഇറക്കി വെച്ചിട്ട് ആവി കയറ്റിയാലും മതി കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഞാനിത് ഓവനിൽ വെച്ച് ഹീറ്റ് ചെയ്തപ്പം 1 മിനിറ്റ് വെച്ചാണ് ഹീറ്റ് ചെയ്തത്. അപ്പോൾ നല്ല രീതിയിൽ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിച്ചു നോക്കാം. നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കണ്ടേ. സൂപ്പർ സാധനം കേട്ടോ, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ഇതില് എന്നൊന്നും കഴിക്കാൻ നല്ലതല്ല, പിന്നെ ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റിക്ക് വേണ്ടി ട്രൈ ചെയ്യാൻ മാത്രമുള്ള